നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് തേങ്ങയും മല്ലിയും മുളകും ഒക്കെ വറുത്തരച്ച് വളരെ ടേസ്റ്റി ആയിട്ട് തനി നാടൻ രീതിയിൽ ഒരു ചിക്കൻ കറി എങ്ങനെ റെഡിയാക്കാം എന്നാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമുക്കിത് വളരെ സിമ്പിൾ സ്റ്റെപ്സിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഭയങ്കര റിച്ചായിട്ടുള്ളൊരു ഗ്രേവിയാണ്. അതിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ചിക്കൻ കറിയുമാണ്. ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട്. കറിവേപ്പില വേണം. 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. പിന്നെ ഇതിലേക്ക് കടുക് വേണം. നമ്മൾ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ തേങ്ങ, 6 വറ്റൽമുളക്, 2 ടീസ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ കുരുമുളക്, 4 ഏലക്കായ, 4 ഗ്രാമ്പൂ, 4 പട്ട, 1 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വറുത്തിട്ട് അരച്ച് എടുക്കുന്നത്. നമ്മളിതിൽ പൊടികളൊന്നും ചേർക്കുന്നില്ല, മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ബാക്കി എല്ലാം നമ്മൾ വറുത്തരച്ചാണ് ചേർക്കുന്നത്. ആദ്യമായിട്ട് നമുക്കൊരു പാൻ അടുപ്പിൽ ചൂടാക്കി അതിലേക്ക് ഒരു അല്പം എണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ആദ്യം തന്നെ മല്ലി ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിതൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിലായിപ്പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ. ഇപ്പോൾ ഈ മല്ലിയുടെയൊക്കെ പച്ചമണമൊന്ന് പോയി ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ തേങ്ങയും മല്ലിയും കൂടെ ഒന്ന് വറുത്തെടുക്കണം. ഇതൊരു പകുതി ഭാഗം വറുത്ത് വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വേണം നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇട്ട് വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഈ തേങ്ങയൊക്കെ ഒരു പകുതി ഭാഗം വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും ഹോൾ സ്പൈസസും കുരുമുളകും ഒക്കെ കൂടെ ചേർത്ത് നമുക്കിനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് കരിഞ്ഞു പോകാൻ പാടില്ല. നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ മതി. നമ്മൾ ഈ തേങ്ങയും മല്ലിയും മുളകും ഒക്കെ വറുത്തരയ്ക്കുമ്പോൾ എപ്പോഴും ഇത് വറക്കുന്ന സമയത്ത് നമ്മൾ അടുത്ത് തന്നെ ഉണ്ടാവണം. ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പം നമ്മുടെ വറുത്ത സാധനങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം. ഇതൊന്ന് തണുത്തതിന് ശേഷം വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ ഈ വറുത്തതെല്ലാം കൂടെ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഒരല്പം വെള്ളം ചേർത്ത് മല്ലിയും മുളകും വറുത്ത തേങ്ങയൊക്കെ കൂടെ അരച്ച് പേസ്റ്റാക്കി വച്ചിട്ടുണ്ട്. നമ്മളിനി ഈ പേസ്റ്റാണ് ഈ കറിയിലേക്ക് ചേർക്കുന്നത്. ഇനി നമുക്ക് കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാമേ. ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഈ സവാളയൊക്കെ ഒന്ന് വഴണ്ട് വരണം. ഒരു നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനത് വഴറ്റുന്നത്.
ഇത് പെട്ടെന്ന് വഴന്ന് വരാൻ നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് സവാള വഴറ്റിയാൽ നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് വഴന്ന് കിട്ടും. നമുക്കിനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ കറിവേപ്പിലയൊക്കെ കറിയിലേക്ക് ചേർക്കുമ്പോൾ എപ്പോഴും ഒന്ന് കട്ട് ചെയ്ത് ചേർക്കണം. ഇല്ലെങ്കിൽ കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ചേർത്താലും മതി. അപ്പോഴേ ഈ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ കറിയിൽ നല്ലതുപോലെ ഇറങ്ങുള്ളൂ. നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ഇതിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ പച്ചമുളക് ചേർക്കുന്നില്ല. ഇപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഞാനിവിടെ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ, ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ. ഇനി ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് പോകുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ കറിയിൽ നമ്മൾ തക്കാളി അങ്ങനെ ഒരുപാട് സോഫ്റ്റായിട്ടൊന്നും വഴറ്റിയെടുക്കുന്നില്ല. തക്കാളി ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചിക്കൻ്റെയൊക്കെ കളറൊന്ന് മാറി വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കൊരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഈ ചിക്കൻ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറി വന്നാൽ മതിയാവും. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മളിതിലേക്ക് പൊടികളൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ പൊടികളൊന്നും ചേർക്കുന്നില്ല. നമ്മൾ വറുത്തരച്ച ആ ഒരു മിക്സ് മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ ഈ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ആ അരച്ച മിക്സിയിലേക്ക് തന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പൊന്നും ഒട്ടും വേസ്റ്റ് ആവില്ല. ഇനി നമുക്ക് ഈ മിക്സും വെള്ളവും ഒക്കെ കൂടെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് വറ്റൽ മുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന് നല്ല കറിയാണ്, നല്ലൊരു ഗ്രേവി ആയിട്ട് വരണം. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിതിലേക്ക് നല്ല ചൂടുവെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇതിലേക്ക് ഒരിക്കലും തണുത്ത വെള്ളം ഒഴിക്കാൻ പാടില്ല. ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചാൽ മതിയാവും. അതിനുശേഷം നമുക്കിത് തുറന്നിട്ട് ആവശ്യത്തിന് ചാറ് നല്ല കുറുകി വരുന്നത് പോലെ നമുക്കൊന്ന് തുറന്ന് വെച്ച് വേവിച്ചാൽ മതിയാവും. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതൊരു പകുതി ഭാഗം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ചേർത്ത തക്കാളി മാത്രം മതിയാവും. അല്ലെങ്കിൽ നിങ്ങളെടുത്ത് തക്കാളിയെല്ലാം ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. പക്ഷെ നമ്മളിങ്ങനെ ഇതൊന്ന് പകുതി വേവാകുമ്പോൾ കുറച്ച് തക്കാളിയോട് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറിക്ക് ഒരു ചെറിയ പുളിപ്പും ഉണ്ടാവും. ആ പുളിപ്പ് നല്ലൊരു ടേസ്റ്റും ഈ കറിക്ക് തരും. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ആവശ്യത്തിനൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. കറിയൊക്കെ ഒന്ന് റെഡിയായിട്ട് ചാറൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട് നമ്മൾ വറുത്തരച്ചതിൻ്റെ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയി കഴിഞ്ഞു. ചിക്കനൊക്കെ വെന്ത്
നമ്മൾ വറുത്തരച്ച മിക്സൊക്കെ ഈ ചിക്കനിലൊക്കെ നല്ലതുപോലെ പെരണ്ട് നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു റിച്ച് ടേസ്റ്റാണ് നമ്മളുടെ ഈ കറിക്ക്. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. ജസ്റ്റ് അതൊന്ന് വറക്കുന്ന സമയം മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് നമ്മൾ പൊടികളൊന്നും ചേർക്കുന്നതുമില്ല. ഈ അരപ്പ് വെച്ചാണ് നമ്മൾ ഈ കറി റെഡിയാക്കുന്നത്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച നാടൻ ചിക്കൻ കറി റെഡി ആയി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.